Welcome to Entrance Physics. +1 ടോപ്പിക്ക് ഇന്ന് ഈ പോസ്റ്റിങ്ങിൽ, അതായത് സർക്കുലർ മോഷനാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 3, റീസെൻ്റായിട്ട് ചെയ്തതിൽ പാർട്ട് 3. ക്വസ്റ്റ്യൻ നമ്പർ 1. എ പോയിന്റ് മാസ് M starts from rest at point A and slides down the surface of a frictionless solid sphere of radius capital R. If potential energy is measured from A, capital A, the kinetic energy when it reaches the point B is A mgr cos theta, B mgr sin theta, C mgr theta, D mgr into 1 minus cos theta. 1 minus cos theta ബ്രാക്കറ്റിനകത്ത് mgr into 1 minus cos theta. ഫിഗർ തന്നിട്ടുണ്ട്. ഇതൊരു സോളിഡ് സ്ഫിയർ, അതിൻ്റെ സർഫസ് സ്മൂത്താണ്. ഇതിൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു വസ്തു സ്ലൈഡ് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിൾ തീറ്റ, റേഡിയസ് ഈസ് ആർ. എയിൽ എങ്കിൽ ഇവിടെ വരുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി എത്രയാണെന്നാണ് ചോദ്യം. എയിലെ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് എടുത്തുകൊള്ളാൻ പറയുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി, ഇഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് മെഷേർഡ് ഫ്രം എ, അപ്പോൾ എയിൽ പൊട്ടൻഷ്യൽ എനർജി മെഷർ ചെയ്യുന്നതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എയാണ്. അപ്പോൾ അവിടെ വെച്ച് പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് അങ്ങ് എടുക്കാം. ഇതിന് മുകളിലോട്ടാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എല്ലാം പ്ലസ്, ഇതിന് താഴോട്ട് വരുമ്പോൾ എല്ലാം പൊട്ടൻഷ്യൽ എനർജി, അപ്പോൾ മൈനസ് എന്ന് എടുക്കണം. എങ്കിൽ ഇനി ഈ ഫിഗറിലോട്ട് നോക്കുക. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എയിലാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ ഇപ്പോൾ റെസ്റ്റ് ഇരിക്കുകയെന്നും പറയുന്നുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഈക്വൽസ് 0. ബിയിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്ര, കൈനറ്റിക് എനർജി എത്ര എന്നൊക്കെ കാണണം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh. എ സി എന്ന് പറയുന്ന ദൂരമായത് ഇപ്പോൾ താഴോട്ട് വന്നിരിക്കുന്നത്. എയിൽ നിന്നും ബിയിൽ വരുമ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന എ സിയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി mgh മൈനസ് mg ഇൻറ്റു എ സി. മൈനസ് ഇട്ടിരിക്കുന്ന പറഞ്ഞല്ലോ. എയിലെ പൊട്ടൻഷ്യൽ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ള എല്ലാം മൈനസ്, ആ പൊട്ടൻഷ്യൽ എനർജി മുകളിലോട്ടുള്ള എല്ലാം പ്ലസ്. അപ്പോൾ ഇവിടെ മൈനസ് mg ഇൻറ്റു എ സി, ദറ്റ് ഈസ് mg ഇൻറ്റു എ സി. എ സി എന്ന് പറഞ്ഞാൽ ഒ എ മൈനസ് ഒ സി, ഒ എ മൈനസ് ഒ സി ഈക്വൽസ് mg ഇൻറ്റു ഒ എ എന്ന് പറഞ്ഞാൽ ആർ, റേഡിയസ് ഓഫ് ദി സ്ഫിയർ, മൈനസ് ഒ സി എന്ന് പറഞ്ഞാൽ ഒ ബി കോസ് തീറ്റ. ഇത് അഡ്ജസ്റ്റൻറ്റ് സൈഡാണ് ഒ സി. അഡ്ജസ്റ്റൻറ്റ് സൈഡ് കാണണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ്. ഇതെല്ലാം തലയിൽ എപ്പോഴും ഇരിക്കണം. ഓപ്പോസിറ്റ് സൈഡ് കാണണമെങ്കിൽ എപ്പോഴും ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ. അഡ്ജസ്റ്റൻറ്റ് സൈഡ് കാണേണ്ടതെല്ലാം ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ്. അപ്പോൾ mg ഇൻറ്റു ആർ മൈനസ് ഒ സി. ഒ സി ഈസ് ആർ കോസ് തീറ്റ, ആർ കോസ് തീറ്റ, ഓർ mgr ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇതാണ് ഇവിടെ വരുമ്പോൾ ഉള്ള, ബിയിൽ വരുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ വരുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജിയാ കാണണ്ടേ. അവിടെ വരുമ്പോഴും ടോട്ടൽ എനർജി 0 ആയിരിക്കണം. ഇവിടെ വെച്ച് ടോട്ടൽ എനർജി 0 ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴും ടോട്ടൽ എനർജി 0 ആയിരിക്കണം. അപ്പോൾ അറ്റ് ബി പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഷുഡ് ബി ഈക്വൽ ടു 0. Potential energy is minus mgr into 1 minus cos theta plus kinetic energy equals 0, or kinetic energy equals mgr into 1 minus cos theta. So choice is D. അടുത്ത ചോദ്യം ഇതേ ക്വസ്റ്റ്യൻ തന്നെ, സെയിം ക്വസ്റ്റ്യൻ. റേഡിയൽ ആക്സിലറേഷൻ അറ്റ് ബി, ബിയിലെത്തുമ്പോഴുള്ള റേഡിയൽ ആക്സിലറേഷൻ എത്രയാണെന്ന ചോദ്യം. ചോയ്സസ്: എ സ്മോൾ ജി, ബി ജി സൈൻ തീറ്റ,
C. G cos theta. D. 2G into 1 minus cos theta. ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് കോസ് തീറ്റ. 2G into 1 മൈനസ് കോസ് തീറ്റ. ക്വസ്റ്റിനകത്തേ ഉള്ളൂ. നമുക്കറിയാം ഇപ്പോൾ കിട്ടിയ അനുസരിച്ച് കൈനറ്റിക് എനർജി ½ mv² mgr into 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടിയല്ലോ. ഇവിടുന്ന് v² കണ്ടുപിടിക്കുമ്പോൾ അങ്ങ് ക്യാൻസൽ ചെയ്യും. v² ഈസ് 2gr into 1 മൈനസ് കോസ് തീറ്റ. എങ്കിൽ റേഡിയൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v²/r. അപ്പോൾ ഇതിനെ r കൊണ്ട് ഡിവൈഡ് ചെയ്യണം. v²/r ഈ ഇക്വേഷൻ അനുസരിച്ച് 2g into 1 മൈനസ് കോസ് തീറ്റ. സോ ദിസ് ഈസ് ദ റേഡിയൽ ആക്സിലറേഷൻ. റേഡിയൽ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഞാൻ പറഞ്ഞല്ലോ, പല പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ആൻസർ ഈസ് ഡി. അടുത്ത ചോദ്യം. എ സ്മോൾ സോളിഡ് മാർബിൾ sphere of mass m, small m, slides along the track shown in the figure. If it starts from rest at a height of 6 into capital R, 6R, above the bottom of the track, the horizontal pressure acting on it at the point Q. A. 5 mg, B. 10 mg, C. 6 mg, D. 12 mg. ഫിഗർ ഇതാ. ഇതിനെ ലൂപ്പ് എന്നൊക്കെ പറയും. ലൂപ്പ് ഇത് വരുന്ന. അപ്പോൾ ഇതിൽ ഒരു മാർബിൾ സ്ഫിയർ ഇങ്ങോട്ട് ഉരുട്ടി വീഴുക, അല്ല സ്ലൈഡ് ചെയ്യുക, ഉരുളുക അല്ല സ്ലൈഡ് ചെയ്യുക, നിരങ്ങി വീഴുക. അപ്പോൾ 6R ആണ് ഹൈറ്റ്. എങ്കിൽ ഈ ക്യൂവിലെത്തുമ്പോഴുള്ള ഹൊറിസോണ്ടൽ പ്രഷർ എത്ര? ഇത് ചെലുത്തുന്ന ഹൊറിസോണ്ടൽ പ്രഷർ എത്രയാണ്? ഇവിടെ ഇപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ എന്നൊന്നും അല്ല അർത്ഥം. ഫോഴ്സ് എന്നേ അർത്ഥമുള്ളൂ, അല്ലെ നോർമൽ റിയാക്ഷൻ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഫോഴ്സ് കാണാനാണ് യോജിക്കുന്നത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദിസ് പൊസിഷൻ. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ നിന്നും ഇവിടെ വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിലുണ്ടായ നഷ്ടം കൈനറ്റിക് എനർജി ആയിട്ട് മാറണം. അതാണ് ഇവിടുത്തെ കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് ഈക്വൽസ് കൈനറ്റിക് എനർജി ഗെയിൻ. ഇവിടെ വെച്ച് ഹൈറ്റ് 6R, ഇവിടെ വരുമ്പോൾ ഹൈറ്റ് R. ഇതിൻ്റെ റേഡിയസ് തന്നെയാണ്. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നത് 6R നിന്ന് R കുറഞ്ഞു. അപ്പോൾ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ഈസ് 6R മൈനസ് R, 5R. അപ്പോൾ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mg ഇൻറ്റു ഡെൽറ്റ എച്ച്, ചേഞ്ച് ഇൻ ഹൈറ്റ്. അപ്പോൾ mg ഇൻറ്റു 5R, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ്. mg ഇൻറ്റു ചേഞ്ച് ഇൻ ഹൈറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു ½ mv². ഇവിടെ നിന്നും mv² ഈക്വൽസ് 10 mg. എങ്കിൽ റേഡിയൽ ഫോഴ്സ് അല്ല, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ വരുമ്പോൾ സർക്കുലാർ മോഷനിലാകുക. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r. ഇവിടെ റേഡിയസ് r, mv²/r. അത് ഈ ഇക്വേഷനിൽ നിന്ന് 10 mg എന്ന് വരും. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നെ അതിൻ്റെ റിയാക്ഷൻ ഇത് അങ്ങോട്ട് പ്രസ് ചെയ്യുന്നത്, അങ്ങോട്ട് കൊടുക്കുന്നത് നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നെയാണ്. അതിൻ്റെ ന്യൂട്രോണിക് റിയാക്ഷനാണ് വരുന്നത് പ്രഷറായിട്ട്. അപ്പോൾ 10 mg ഈസ് ദി ആൻസർ. സോ ചോയ്സ് ഈസ് ബി. അടുത്ത ചോദ്യം. സെയിം സിറ്റുവേഷൻ. ദി മാർബിൾ സ്ഫിയർ whose radius is r, which is much smaller than capital R. ആ ലൂപ്പിൻ്റെ റേഡിയസിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് മാർബിൾ സ്ഫിയറിൻ്റെ റേഡിയസ്. ഇറ്റ് റോൾസ് ഡൗൺ വിത്തൗട്ട് സ്ലിപ്പിംഗ്. എങ്കിൽ
ഇപ്പോൾ what is the horizontal pressure acting at Q, at the point Q? ചോയ്സസ് മറ്റേ സ്ലൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ½ mv² കൈനറ്റിക് എനർജി ആയിട്ടുണ്ട്. ഇതിപ്പോൾ റോൾ ചെയ്ത് പോവുക. ചോയ്സസ് എ 5mg/7, ബി 50 mg/7, സി mg/7, ഡി 3mg/7. മുമ്പേ പറഞ്ഞല്ലോ പൊട്ടൻഷ്യൽ എനർജി ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ mg×5r ഈക്വൽസ് കൈനറ്റിക് എനർജി ഗെയിൻ. ഇവിടെ ഇത് മുന്നോട്ട് നീങ്ങുന്നതുകൊണ്ട് അപ്പോൾ ½ mv² കൈനറ്റിക് എനർജി ഉണ്ട്. ഇതുകൂടാതെ റോൾ ചെയ്യുന്നുണ്ട്. റോൾ ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി ആണല്ലോ ½I⍵². I is the moment of inertia and omega is the angular acceleration, angular velocity of the sphere. അപ്പോൾ അതിൻ്റെ സം എടുക്കണം. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. സോ mg×2r 5r ഈക്വൽസ് ½ mv² പ്ലസ് ½ I⍵². സ്ഫിയർ ആയതുകൊണ്ട് I is 2/5mr². മാസ് അതിൻ്റെ റേഡിയസ് സ്ഫിയറിൻ്റെ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ 2/5mr². ഒമേഗ എന്ന് പറഞ്ഞാൽ v/r. v ഈക്വൽസ് r⍵. സോ ഒമേഗ ഈസ് v/r. ദറ്റ് മീൻസ് ω² ഈസ് v²/r². ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 5mgr ഈക്വൽസ് ½ mv² പ്ലസ് ½ I 2/5mr² ഇൻറ്റു ω² ഈസ് v²/r². ഒരു r² അങ്ങ് പോയിട്ട് ½ mv² പ്ലസ് 1/5mv². ദിസ് ഈസ് 7/10mv². അപ്പോൾ 5mgr ഈക്വൽസ് 7/10mv². ഫ്രം വിച്ച് mv² ഈക്വൽസ് 50 mgr/7. So that's centripetal force. അതാണ് നോർമൽ പ്രഷർ. അപ്പോൾ mv²/r fr ഈക്വൽസ് mv²/r. അതിവിടെ നിന്ന് എടുക്കുമ്പോൾ 50 mg/7 എന്ന് വരും. അപ്പോൾ ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് പെട്ടെന്ന് ഇത് ഇത്ര സ്റ്റെപ്സൊന്നും എഴുതി നോക്കാനുള്ള സമയം കളയരുത്. പ്രാക്ടീസ് ചെയ്ത് ഇതിനൊന്നും കുറുക്ക് വഴിയൊന്നുമില്ല. ഇവിടെ കുറുക്ക് വരുന്നവരെ ഞാൻ പറയും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് തലയിൽ കൂടെ മിന്നൽ പോലെ പാസ് ചെയ്യണം. താങ്ക് യു.